ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീനാസ് വേൾഡ്. ഇന്നൊരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു കേക്കിൽ ജസ്റ്റ് ആ ഒരു ബോ മാത്രമാണ് ഫോണ്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഡെക്കറേഷനും ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോണ്ടൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഈ ഒരു കേക്ക് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ താഴത്തെ ടയർ 8 ഇഞ്ചിൻ്റെ ടിന്നിലും അതേപോലെ തന്നെ മേലുള്ളത് 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്തത്. രണ്ടും ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ടയർ കേക്ക് ആയതുകൊണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമാണ് പിറ്റേന്ന് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിലൊക്കെ കൊടുക്കാൻ കുറച്ച് ചെറീസ്, അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ്, പിന്നെ നട്ട്സ് ഒന്ന് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. പിന്നെ ഷുഗർ സിറപ്പിന് പകരം ഞാൻ ചെറി സിറപ്പാണ് ഇവിടെ വെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതേപോലെ തന്നെ ഒരു 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബൂസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫില്ലിങ്സിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രി 2 കേക്കും നന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. നമ്മളെ വീഡിയോ ചിലപ്പം ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 6 ഇഞ്ച് മോൾഡിൽ ചെയ്തിട്ടുള്ള ആ ഒരു കേക്കാണ് ഐസിങ് ചെയ്തത്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ലൈറ്റ് യെല്ലോ കളറാണ് ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ താഴെ കൊടുക്കുന്ന ആ ഒരു ടയറും അത് 8 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും അപ്പോൾ തലേ ദിവസം അതേപോലെ തന്നെ ഐസിങ് ചെയ്ത് അത് ജസ്റ്റ് ഒരു വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് തലേ ദിവസം ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഈ ഒരു കേക്ക് റാബിറ്റ് തീമിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചെവീൻ്റെ ഒരു ഭാഗം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവണ മുന്നേ അതിലൊരു സ്റ്റിക്ക് വെച്ചെടുത്തതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വേഗം നമ്മൾ കേക്കൊന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കി ഡെക്കറേഷൻസ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ താഴത്തെ ടയറിൽ 3 സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സെൻറ്ററിൽ പിന്നെ ഒരു സ്റ്റിക്കും കൂടി ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഇതിൽ ഡെക്കറേഷൻ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ആ ഒരു റാബിറ്റിൻ്റെ കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചെയ്യണത്. അപ്പം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലൊക്കെ എല്ലാ ഒരു ഭാഗവും ആദ്യം തന്നെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. ഇതിപ്പം ക്ലിയർ കുറവായതുകൊണ്ടാണ് ഇതിൽ കാണാൻ പറ്റാത്തത്. എന്നിട്ട് അതിൽ ക്രീം വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്റേ ഷീറ്റ് പോലുള്ള, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആണ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അത്ര കട്ടിയിൽ കൊടുത്തിട്ടില്ല, നന്നായിട്ട് എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കാലൊക്കെ കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ക്രീം വെച്ചിട്ട് ഇതേപോലെ ചെയ്യണത്. അപ്പോൾ പിന്നെ അത്ര കോൺഫിഡൻറ്റ് ഇല്ലാതാണ് ചെയ്തെടുത്തത്. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളതിൻ്റെ മേലെ കൊടുക്കുന്നത് ആ ഒരു റാബിറ്റിൻ്റെ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രീം കുറച്ച് കട്ടിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റൗണ്ടിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു ഫോണ്ടൻറ്റിൻ്റെ ടൂൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കായാലും മതി, അത് വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു കൈയിൻ്റെ ഒരു നമ്മുടെ വിരലിൻ്റെ ആ ഒരു ഇതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു ലൈൻ ഇട്ട് കൊടുത്തപ്പം കറക്റ്റ് അതേപോലെ തന്നെ കിട്ടി. അപ്പോൾ അടുത്തത് റാബിറ്റിൻ്റെ ഫേസിൻ്റെ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ അടയാളപ്പെടുത്തി ഇട്ടതുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ തന്നെയാണ് ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി റാബിറ്റിൻ്റെ നോസ് ചെയ്തത് പിങ്ക് കളർ ക്രീം വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഹാർട്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഷീറ്റ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതും നന്നായിട്ട് തന്നെ ഷേപ്പായി കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഈ ഇങ്ങനത്തെ ഒക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പം കുറച്ചൊരു ടൈം എടുക്കും. നമ്മളിപ്പോൾ താഴെ ആ ഒരു കാലിൻ്റെ ഭാഗം ചെയ്തല്ല, അപ്പോൾ അതേപോലെയല്ല, അത് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഷേപ്പ് ചെയ്ത് കിട്ടും. ഇതേപോലെയൊക്കെ ഉള്ളതാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം ചെറുതാണല്ലോ. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ, ഇതിപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്പിലാണല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു ടൈം എടുത്തിട്ട് തന്നെ വേണം ചെയ്യാൻ. ഇനി ആ ഒരു സെയിം പിങ്ക് കളർ ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ കാലിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് റാബിറ്റിൻ്റെ കണ്ണിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിന് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മളെ നോസിലിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പം അത് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കണ്ണിൻ്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിതാ ഞാൻ ഇത്രയും ഡെക്കറേഷൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാമറ ഓൺ ആക്കാതെയാണ് ഞാൻ ഇത്രയും ചെയ്തത്. അത് പിന്നെയാണ് കണ്ടത് ക്യാമറ ഓൺ അല്ല എന്നുള്ളത്. അപ്പം പിന്നെ ബാക്കി ഇതിൽ ക്രീം വെച്ചിട്ട് തന്നെയാണ് അപ്പം ആ ഒരു കണ്ണിൻ്റെ മേലെ റൗണ്ട് വരച്ചതും പിന്നെ ആ ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അതൊരു നമ്പർ 1 എന്നുള്ളത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആവണ മുന്നേ അതിൻ്റെ മേലെ റൈസ് ബോൾസ് ഇട്ട് കൊടുത്ത ആണ് ആ ഒരു നമ്പർ 1 ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ രാത്രി ചെയ്ത് വെച്ച ഒരു ചെവി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ആ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ഒരു ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചെവിയുടെ സെൻറ്ററിലും ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഇത് കേക്കിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ചെവി ചെയ്യണതെങ്കിൽ തലേന്ന് തന്നെ ചെയ്തിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തെടുക്കണം. എന്നിട്ടത് സെറ്റാകാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ റെഡിയാക്കി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനില്ല, കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. പിന്നെ ചെയ്യുമ്പം അത്യാവശ്യം കട്ടിയിൽ തന്നെ വേണം ചോക്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ. തിന്നായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല കട്ടിയിൽ തന്നെ വേണം ചെയ്തെടുക്കാനും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ മെൽറ്റ് ആവണ പേടിയില്ല, ടെൻഷൻ ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്കിൻ്റെ ഏകദേശം ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മേലെയും താഴെയും ഓരോ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ അവസാനം ഒരു ബോ കൂടി സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ 2 ഫ്ലവറോ അവിടെ ചെയ്ത് വെച്ചാൽ മതി, അതാവും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലവർ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഫോണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു ബോ ചെയ്ത് വെച്ചെടുത്തതാണ്. അപ്പോൾ അത് ഭംഗി തോന്നിയപ്പോൾ പിന്നെ ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ടെൻഷനില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് തുടക്കത്തിലുള്ള ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയാലും നമുക്കത് സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.